നമസ്കാരം. ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠനത്തെക്കുറിച്ചിട്ടാണ്. സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠനം എന്ന് പറയുന്നത്. കേറ്ററ്റിനായാണെങ്കിലും LP-UP ക്ലാസ്സുകൾക്കാണെങ്കിലും LP-UP പരീക്ഷകൾക്കാണെങ്കിലും ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പഠനം എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ പലതരം സമീപനങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അതായത് വ്യവഹാരവാദത്തെ പോലെയുള്ള സമീപനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പഠനം എന്ന ഭാഗത്താണ്. എന്താണ് പഠനം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് പഠനം സാധ്യമാക്കേണ്ടത്, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പഠനം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാം അല്ലേ? പഠിക്കാം, പഠനത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് പഠനം? പഠനത്തെക്കുറിച്ച് നിരവധി നിർവചനങ്ങളുണ്ട്. ഈ നിർവചനങ്ങളൊക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ടവയാണ്. നിർവചനങ്ങൾ നമ്മൾ DLED-ന്റെയും TTC-യുടെയും ഒക്കെ പുസ്തകങ്ങൾ നിങ്ങൾ ഒന്നുകൂടി റെഫർ ചെയ്യുക. അതിനകത്ത് ധാരാളം പോയിന്റുകൾ ഉണ്ടാവും. പരമാവധി പോയിന്റുകൾ നിങ്ങളിലേക്ക് ഇത്തരം ക്ലാസ്സുകളിലൂടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ നോക്കാം. പഠനം: ഒന്ന്, ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാവുന്ന വർത്തന വ്യതിയാനമാണ് പഠനം. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനം, വർത്തന വ്യതിയാനമാണ് പഠനം. എന്താണ് ഈ വർത്തനം എന്ന് പറയുന്നത്? വർത്തന വ്യതിയാനം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനമാണ് പഠനം. ഇങ്ങനെ എഴുതി വെച്ചാൽ എന്താണ് വർത്തനം എന്നറിയണ്ടേ? അപ്പോൾ ബിഹേവിയറൽ ചേഞ്ചസിനെയാണ് വർത്തനം എന്ന് പറയുന്നത്. ബിഹേവിയറൽ ചേഞ്ചസ് എന്നാണ് വർത്തനത്തിന്റെ മറ്റൊരു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പദം. ബിഹേവിയറൽ ചേഞ്ചസ്. BHAVIORUAL എന്നാണ് ബിഹേവിയറൽ ചേഞ്ചസ്. വർത്തന വ്യതിയാനമാണ്, ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനമാണ് പഠനം എന്നൊരു നിർവചനമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ബിഹേവിയറിൽ, അതായത് തൻ്റെ പെരുമാറ്റങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ വരുത്തുന്നു. എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു? ബോധപൂർവം മാറ്റങ്ങൾ വരുത്തുന്നു. ഇതൊരു പഠനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പഠനം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മളുടെ പൂർണ്ണമായി ഉള്ള ഒരു പരിവർത്തനത്തിന് വേണ്ടി, ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹത്തിലെ ഒരു ജീവി എന്ന നിലയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയനായി വളരെ പരിഷ്കൃതനായിട്ട് ജീവിക്കണം. സംസ്കാരം ഉണ്ടാവണം. ഈ ഒരു രീതിയിലൊക്കെ കണക്കാക്കിയിട്ടല്ലേ നമ്മൾ പഠനം നടത്തുന്നത്. അപ്പോൾ ഉപജീവന മാർഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ഓരോരുത്തരും അവരുടെ വ്യക്തിത്വത്തിനും വ്യക്തി എന്ന നിലയിലുള്ള ജീവിതത്തിനുമാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ബോധപൂർവമായ വർത്തന വ്യതിയാനമാണ്, ഓരോ വ്യക്തിയിലും ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനമാണ് പഠനം എന്നതാണ് ആദ്യത്തെ നിർവചനം. അപ്പൊ ചോദിക്കാം, ഒരു ബോധപൂർവം ഉണ്ടാവുന്ന വർത്തന വ്യതിയാനമാണ് ഡാഷ് പഠനം. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതാണ് ഉത്തരമായി വരുന്നത്. അടുത്തത് അനുബന്ധനമാണ്, കണ്ടീഷനിങ്. അനുബന്ധനം ബിഎഡുകാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇംഗ്ലീഷും കൂടി കൂടെ പറഞ്ഞു പോകുന്നത്. അനുബന്ധനം. കണ്ടീഷനിങ്. CONDITIONING. കണ്ടീഷനിങ്. അനുബന്ധനമാണ് പഠനം, കണ്ടീഷനിങ് ആണ് പഠനം എന്നൊരു നിർവചനവും കൂടി ഉണ്ട്. അനുബന്ധനം, ഒന്നിനെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കൽ അല്ലെ, മുന്നറിവുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പൊ ആ തരത്തിലുള്ള അനുബന്ധനമാണ് പഠനം എന്നൊരു നിർവചനവും ഉണ്ട്. പുരോഗമനോന്മുഖമായ വികസനം. അപ്പൊ പഠനം എന്തിനു വേണ്ടിയിട്ടാണ്? പുരോഗമനോന്മുഖമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തന വ്യതിയാനമാണ് പഠനം. രണ്ട്, അനുബന്ധനമാണ് പഠനം. മൂന്ന്, പുരോഗമനോന്മുഖമായ വികസനമാണ് പഠനം. പ്രോഗ്രസീവ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. പുരോഗമനോന്മുഖമായ വികസനം എഴുതാനൊക്കെ അറിയാമോ ടീച്ചേഴ്സിന്? പുരോഗമനോന്മുഖം.
മുഖമായ വികസനം. അപ്പോ പുരോഗമനോന്മുഖമായ, ഇങ്ങനെയും എഴുതാം അല്ലേ? പുരോഗമനോന്മുഖമായ വികസനമാണ് പഠനം എന്ന് പറയുന്നുണ്ട്. ഒപ്പം ചോദക പ്രതികരണങ്ങളുടെ ബന്ധം സൃഷ്ടിക്കൽ, ചോദക പ്രതികരണങ്ങളുടെ ബന്ധം സൃഷ്ടിക്കലാണ് പഠനത്തിലൂടെ നടക്കുന്നത്. ചോദകവും പ്രതികരണവും അല്ലെ, ഇതൊക്കെ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടതല്ലേ, ചോദകവും പ്രതികരണവും ഒക്കെ. അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ചോദകം സ്റ്റിമുലസ് എന്നും പ്രതികരണത്തിനെ റെസ്പോൺസ് എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ചോദക പ്രതികരണ ബന്ധം പഠനത്തിലേക്കാണ് നയിക്കുന്നത് അല്ലെ. ചോദക പ്രതികരണ ബന്ധം സൃഷ്ടിക്കലാണ് പഠനം. ഇതൊരു അനുരൂപീകരണ പ്രക്രിയയാണ്. ഈ പദങ്ങളൊക്കെ പരിചയപ്പെടാനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. അനുരൂപീകരണമാണ്, അനുരൂപീകരണ പ്രക്രിയയാണ് പഠനം. അതുപോലെ ചോദക പ്രതികരണം, സ്റ്റിമുലസ് റെസ്പോൺസ്, SR, ചോദക പ്രതികരണ ബന്ധം സൃഷ്ടിക്കൽ, സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം സൃഷ്ടിക്കലാണ് പഠനം. അറിവിന്റെ സൃഷ്ടിയാണ് പഠനം. അറിവിന്റെ സൃഷ്ടി എന്താണ് എന്ന് ചോദിച്ചാൽ അത് പഠനമാണ്. സമഗ്ര ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനം. സമഗ്ര ദർശനത്തിലൂടെ ഓരോ വസ്തുവിനെയും സമഗ്രമായി നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു അറിവ് രൂപപ്പെടും അല്ലെ. അപ്പൊ സമഗ്രമായ ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനം എന്ന് പറയുന്നത്. എഴുതി വെച്ചിരിക്കുക. സമഗ്ര ദർശനം എന്നൊക്കെ പറയുമ്പോൾ അത് ഗസ്റ്റാൾട്ടിസത്തിലേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, പഠനത്തിലാണ് പല ആശയങ്ങളും, നമ്മൾ പറഞ്ഞ സമീപനങ്ങളൊക്കെയും തെളിഞ്ഞു കാണുന്നത് പഠനത്തിലാണ്. ഈ പറയുന്ന എല്ലാ ആശയങ്ങളുടെയും അതായത് വ്യവഹാരവാദത്തിന്റെ, ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ, ഗസ്റ്റാൾട്ടിസത്തിന്റെ ഒക്കെ ശേഷിപ്പുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. നമ്മൾ ഈ പറയുന്ന ഈ നിർവചനങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് സമഗ്ര ദർശനത്തിലൂടെയുള്ള ഉൾക്കാഴ്ചയാണ് പഠനം. സമഗ്രതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഗസ്റ്റാൾട്ടിസ്റ്റുകളാണ് അല്ലെ. ഇനി അടുത്തത് നോക്കിക്കേ, ഒരു സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പഠനം. അപ്പൊ സമൂഹത്തിനും സംസ്കാരത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്നത് ആരാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഏത് നിർവചനം, ഏത് എന്താണ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? സാമൂഹിക സാംസ്കാരിക പ്രക്രിയ എന്ന് പറയുമ്പോൾ അവിടെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം വന്നു അല്ലേ. സാമൂഹിക സാംസ്കാരിക പ്രക്രിയ, സാംസ്കാരിക പ്രക്രിയ, ഒരു സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പഠനം. പിന്നെ സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് പഠനം. അതുപോലെ എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതാണ് പഠനം. എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നത് ആണ് പഠനം എന്ന് പറഞ്ഞത് ബ്രൂണർ ആണ് കേട്ടോ. എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതാണ്, എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതാണ് പഠനം എന്ന് പറഞ്ഞത് ആരാ? ജെറോം എസ് ബ്രൂണർ. ബ്രൂണറിന്റെ ഫുൾ നെയിം എന്താണ്? ജെറോം എസ് ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കണം. അപ്പോ ജെറോം എസ് ബ്രൂണർ ആണ് പറഞ്ഞത് എങ്ങനെ പഠിക്കാം എന്ന് പഠിപ്പിക്കുന്നതാണ് പഠനം എന്ന്. അപ്പൊ ഓക്കെ അല്ലേ? നിർവചനങ്ങൾ ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കുക. നോക്കിക്കേ, ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവും മനോഭാവവും നൈപുണികളും ആർജിക്കുന്ന പ്രക്രിയയാണ് പഠനം. ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ, ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ നേരിടേണ്ട ഓരോ കാര്യങ്ങളുണ്ട് അല്ലെ. ഇതിനൊക്കെയും ആവശ്യമായ, അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കാവട്ടെ, അവൻ നേരിടുന്ന കാര്യങ്ങൾക്കാവട്ടെ, ഇവയ്ക്കൊക്കെ ആവശ്യമായ അറിവും മനോഭാവവും നൈപുണിയും ആർജിക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. ഇപ്പൊ വിശാലമായ അർത്ഥത്തിൽ പഠനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അറിവ് നമ്മൾ ഇരുന്ന് പഠിച്ചെടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പഠനത്തെ നമ്മൾ നോക്കി കാണേണ്ടത്. അപ്പൊ പഠനം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ജീവിത വ്യാപാരങ്ങൾക്ക് ആവശ്യമായ അറിവും മനോഭാവവും നൈപുണികളും ആർജിക്കുന്ന പ്രക്രിയയാണ് പഠനം. ഓർത്തു വെച്ചിരിക്കുക. ചിലപ്പോഴൊക്കെ പഠനം ശ്രമപരാജയത്തിലൂടെ
നടക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പഠനം ശ്രമപരാജയത്തിന്റെ ഭാഗമായി സംഭവിക്കാറുണ്ട്. മറ്റു ചിലപ്പോഴോ നമ്മൾ ജീവിതത്തിൽ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായി ആ അനുഭവങ്ങളിൽ നിന്ന് തന്നെ പഠനം എന്ന പ്രക്രിയ നടക്കാറുണ്ട്, സ്വാഭാവികമായി നടക്കാറുണ്ട്. ചിലപ്പോൾ ശ്രമപരാജയങ്ങളിലൂടെ നടക്കുന്നു, മറ്റു ചിലപ്പോൾ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയുമാണ് പഠനം. ഇനി പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വിവിധ പഠന സമീപനങ്ങൾ എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. പഠന സമീപനങ്ങൾ, വിവിധ പഠന സമീപനങ്ങൾ. അവയിൽ ഒന്നാണ്, ആദ്യത്തേതാണ് വ്യവഹാരവാദം, വ്യവഹാര മനഃശാസ്ത്രം. വ്യവഹാര മനഃശാസ്ത്രം. വ്യവഹാര മനഃശാസ്ത്രം, വ്യവഹാരവാദം, ചേഷ്ടാവാദം, ചേഷ്ടാവാദം, എന്നിങ്ങനെ പല പേരുകളിൽ ഈ സമീപനം അറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോ പഠന സമീപനങ്ങളിൽ ഒന്നാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യവഹാരവാദത്തിനകത്ത് പ്രാധാന്യത്തോടു കൂടി പറയുന്ന രണ്ട് വാക്കുകളാണ് ചോദകവും പ്രതികരണവും. ചോദകം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ്, സ്റ്റിമുലസ് ആണ് ചോദകം. അടുത്തത് പ്രതികരണമാണ്. പ്രതികരണം, പ്രതികരണത്തിന്റെ വാക്ക് ഏതാണ്? റെസ്പോൺസ്. ചോദകവും പ്രതികരണവും. ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം. എന്താണ്? ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം. അപ്പൊ ഏതൊരു ജീവിയാവട്ടെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്ന് പറയുന്നതും, നമ്മൾ ഒരാളോട് പെരുമാറുന്ന രീതി എന്ന് പറയുന്നതും, അതുപോലെ മനസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, മാനസിക പ്രക്രിയ, ചിന്ത പോലുള്ള, ഓർമ്മ പോലുള്ള മാനസിക പ്രക്രിയയും ഒക്കെ ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ്, ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം. ഈ വാദമനുസരിച്ച് പ്രത്യേക ചോദകം പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ, ഒരു പ്രത്യേക ചോദകം പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതേ പ്രതികരണം ഉണ്ടാകുന്നു. അതിനോടനുബന്ധിച്ചുള്ള അതേ പ്രതികരണം ആ ഒരു പ്രത്യേക ചോദകം എപ്പോഴൊക്കെ അനുഭവപ്പെട്ടാലും അതിന്റെ പ്രതികരണം എന്ന് പറയുന്നതും ഒരു എന്താണ്, അതിനനുസരിച്ചുള്ള ഒരേ തരം പ്രതികരണം തന്നെയായിരിക്കും. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക ചോദകത്തിനോടുള്ള പ്രതികരണം അത് തന്നെയായിരിക്കും. ആ പ്രതികരണത്തിന് മാറ്റം ഉണ്ടാവില്ല. ചോദക പ്രതികരണം എന്ന് പറയുന്നത് ഈ ഒരു മനഃശാസ്ത്ര സമീപന രീതിയിൽ ചോദകങ്ങൾക്കും പ്രതികരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് മനഃശാസ്ത്ര രീതിയിൽ വ്യവഹാരവാദത്തില് ചോദകത്തിനും പ്രതികരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. ഇതിൽ പറയുന്നത് ഒരു പ്രത്യേക ചോദകത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് നിർണ്ണയിക്കാൻ അതായത് നമ്മൾ സ്ഥിരമായി പറയുന്ന ഒന്ന് തന്നെയായിരിക്കും. ആ ചോദകത്തിന്റെ പ്രതികരണം അത് തന്നെയായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ഈ വാദത്തിൽ പറയുന്നത്. ഈ പ്രത്യേക ചോദകം പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതേ പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് മനുഷ്യരിൽ മാത്രം നടത്തിയ പ്രവർത്തനം അല്ല, അല്ലെങ്കിൽ പഠനമല്ല വ്യവഹാരവാദം എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും അധികം വ്യവഹാരവാദത്തിന്റെ പരീക്ഷണത്തിന് ഉപയോഗിച്ചത് മറ്റ് ജീവികളെയാണ്, അല്ലെ, ജന്തുക്കളെയാണ് എന്നുള്ളത്. അപ്പോൾ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. JB വാട്സൺ ആണ് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം പ്രധാനപ്പെട്ട വ്യവഹാരവാദികൾ എന്ന് പറയുന്നത് തോണ്ടൈക്ക്, സ്കിന്നർ, പാവ്ലോവ്, ഹൾ, മില്ലർ, ഡൊണാൾഡ് ഗത്രി തുടങ്ങിയവരാണ്. സ്കിന്നർ, പാവ്ലോവ്,
ഹൾ, മില്ലർ, ഡൊണാൾഡ് ഗത്രി, തോണ്ടൈക്ക്, തുടങ്ങിയവരാണ്. അപ്പോ നിരീക്ഷണ വിധേയം അല്ലാത്ത ഒന്നാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ വ്യവഹാരവാദത്തില് നിരീക്ഷണ വിധേയമല്ലാത്ത മനസ്സിനെ ചേഷ്ടാവാദികൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. അപ്പൊ ഈ വ്യവഹാര മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വ്യവഹാരവാദത്തിൽ വ്യവഹാരവാദികൾ നിരീക്ഷണ വിധേയമല്ലാത്ത മനസ്സിനെ അങ്ങ് ഒഴിവാക്കി. പകരം അവർ ചെയ്തത് എന്താണ്? ഓരോ ജീവികളിലും ഉണ്ടാകുന്ന ഒരു ചോദകം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്ത് എന്നതിനെ കുറിച്ച് പഠനം നടത്തി. അപ്പോ ജീവികളുടെ വ്യവഹാരങ്ങളെ കുറിച്ചിട്ടാണ് വ്യവഹാരവാദത്തിൽ പഠിച്ചത്. ഓരോ ചോദകത്തിനും ഓരോ പ്രതികരണം ഉണ്ടെന്നും ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യന്റെ വ്യവഹാരത്തിന്റെ അടിസ്ഥാനം എന്നാണ് ചേഷ്ടാവാദത്തിൽ പറഞ്ഞത്. മാനസിക പ്രക്രിയയെ പൂർണ്ണമായി വ്യവഹാരവാദികൾ എന്ത് ചെയ്തു? നിരാകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വ്യവഹാരവാദത്തിൽ മാനസിക പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ല, ചോദകത്തിനും പ്രതികരണത്തിനും പ്രാധാന്യം കൊടുത്തു. ഓരോ ചോദകത്തിനും ഓരോ പ്രതികരണം ഉണ്ടെന്നും ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിന്റെ അടിസ്ഥാനം. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിന് അടിസ്ഥാനമെന്ന് വ്യവഹാരവാദികൾ വാദിച്ചു. അപ്പോ ഇനി പ്രധാനപ്പെട്ട ഒരു വ്യവഹാരവാദിയാണ് പാവ്ലോവ്. അദ്ദേഹത്തിന്റെ നമ്മൾ പഠിക്കേണ്ട ഒരു സിദ്ധാന്തമാണ് അനുബന്ധ സിദ്ധാന്തം. അനുബന്ധനത്തിന് മുമ്പും ശേഷവും ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു സിദ്ധാന്തത്തിൽ, അനുബന്ധന സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിലൂടെയാണ് നമ്മൾ വ്യവഹാരവാദത്തിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചും അതിന്റെ വ്യവഹാരവാദത്തിൽ ഈ പറയുന്ന പരീക്ഷണങ്ങൾ, അനുബന്ധന സിദ്ധാന്തമൊക്കെ പഠനത്തിൽ എങ്ങനെ സാധ്യമാകുന്നു, എന്താണ് ഇതിന്റെ പഠനത്തിലുള്ള പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സിദ്ധാന്തങ്ങളും സമീപനങ്ങളും ഓരോ കാലഘട്ടത്തിലായിട്ട് രൂപം പ്രാപിച്ചു വന്നിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു പഠന സിദ്ധാന്തമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. പ്രാധാന്യമേറിയ മറ്റ് പഠന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈജ്ഞാനിക സിദ്ധാന്തം, ആദ്യം വ്യവഹാരവാദം, അത് കഴിഞ്ഞ് വൈജ്ഞാനിക സിദ്ധാന്തം, പിന്നെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾ തുടങ്ങിയവയാണ്. ഇവയാണ് കുറെ അധികം എന്താണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇതൊക്കെയാണ്. ഇവയല്ലാതെ നമ്മൾ കുറെ സിദ്ധാന്തങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഘടനാവാദം, ക്ഷേത്ര സിദ്ധാന്തം തുടങ്ങിയവയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നിന്നൊന്നും വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ വ്യവഹാരവാദം എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രസ്താവിക്കുന്നു. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ് വ്യവഹാരവാദത്തിൽ പറഞ്ഞിട്ടുള്ളത്. വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ചോദക പ്രതികരണ സിദ്ധാന്തം എന്നാണ്. SR അസോസിയേഷൻ ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തം എന്നാണ് അറിയപ്പെട്ടത്. ഇതിനെ SR അസോസിയേഷൻ എന്ന് പറയുന്നു. വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തം എന്ന് അറിയപ്പെട്ടു. വ്യവഹാരവാദത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തിയവരാണ് പാവ്ലോവ്, തോണ്ടൈക്ക്, സ്കിന്നർ തുടങ്ങിയവർ. അപ്പൊ നമ്മൾ അതിനകത്ത് ഹള്ളിനെയും ഗത്രിയെയും കുറിച്ചും ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഇങ്ങനെ നിരവധി വ്യവഹാരവാദികളുണ്ട്. പരമാവധി വ്യവഹാരവാദത്തെ അനുകൂലിച്ച ആളുകളുടെ പേരുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി പൗരാണിക അനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ പ്രധാന പോയിന്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൗരാണിക അനുബന്ധന സിദ്ധാന്തം. പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത് ഏതാണ്? അതിനെയാണ് നേരത്തെ അനുബന്ധന സിദ്ധാന്തം എന്ന് പറഞ്ഞത്. പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്നും അനുബന്ധ സിദ്ധാന്തം എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്
ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇംഗ്ലീഷ് ടേമും കൂടി എന്തായാലും എഴുതി വെക്കുക കേട്ടോ. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതായത് ബി.എഡുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് HSA പരീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഈ ഇംഗ്ലീഷ് ടേമുകളും കൂടി എഴുതി വെച്ചേക്കുക. നിങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ എന്ന് കരുതി മലയാളം നിങ്ങൾ എന്ത് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യരുത്. കാരണം LP UP പരീക്ഷ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണമെന്ന് പോലുമില്ല ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ. അപ്പം മനസ്സിലാവണ്ടേ? അതുകൊണ്ട് വ്യക്തമായി പഠിച്ചു വയ്ക്കുക. പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തെ നമ്മൾ പറയുന്നത് പൗരാണികം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതനം. അതിനെ നമ്മൾ ക്ലാസിക്കൽ എന്നല്ലേ പറയുന്നത്. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തെ പറയുന്നത്. പാവുലോവിൻ്റെതാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം. അപ്പൊ ആരുടെ സിദ്ധാന്തമാണിത്? പൗരാണിക അനുബന്ധന സിദ്ധാന്തം കൊണ്ടുവന്നത് പാവ്ലോവാണ്. പാവ്ലോവിന്റെ പൂർണ്ണനാമം എന്താണ്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. നിങ്ങൾ എഴുതിയെടുക്കുമെന്ന് കരുതാണ്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. പാവ്ലോവിൻ്റെതാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ്. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തരമായ സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ട് പാവ്ലോവിന്റെ അനുബന്ധന പ്രക്രിയയെ പൗരാണിക അനുബന്ധനം എന്ന് അറിയപ്പെട്ടു. അപ്പം മനഃശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി എന്താണ്? അനുബന്ധനം. ഏതൊക്കെ തമ്മിലുള്ള ബന്ധനമാണ്? ചോദകവും പ്രതികരണവും തമ്മിലുള്ള. അപ്പം മനഃശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആണ് പാവ്ലോവിന്റെ അനുബന്ധന സിദ്ധാന്തം. അതുകൊണ്ട് ഇതിനെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് അറിയപ്പെട്ടു. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോ പാവ്ലോവ് പരീക്ഷണം നടത്തിയ ജീവി ഏതാണ്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പാവ്ലോവ് ഓരോ വ്യക്തിയും പരീക്ഷണം നടത്തിയ ജീവികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഏതും പ്രതീക്ഷിക്കാം. അപ്പൊ പാവ്ലോവ് പരീക്ഷണം നടത്തിയത് നായയിലാണ്. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് നായയിലാണ്. ആ പരീക്ഷണമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇറച്ചി സ്ഥിരമായി കൊടുക്കുന്നതും ഒടുവില് അതിനോടൊപ്പം മണിയടി ശബ്ദം കേൾപ്പിക്കുന്നതും, ഇറച്ചി കൊടുക്കാതെ പിന്നീട് മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നായയുടെ വായിൽ ഉമിനീർ സ്രവിക്കുന്നതും, ഈ സ്ഥിരമായി ഇത് കൊടുക്കുന്ന ആളുടെ കാൽപാദത്തിന്റെ പെരുമാറ്റം, ശബ്ദം കേൾക്കുമ്പോഴും ഉമിനീര് സ്രവിക്കുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ നമുക്ക് ഈ പരീക്ഷണമൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഇതിൽ നിന്നുണ്ടായ സിദ്ധാന്തങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ പഠനത്തിലെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ഇതിനകത്ത് ഈ ഒരു പരീക്ഷണത്തിനകത്ത് ഇറച്ചിപ്പൊടി അല്ലെങ്കിൽ ഇറച്ചിയുടെ ഗന്ധം കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ഒരു അനുബന്ധനവും നടത്താതെ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇറച്ചിയുടെ ഗന്ധം വരുമ്പോൾ ഉണ്ടാകുന്ന നായയിൽ ഉണ്ടാകുന്ന പ്രതികരണമാണ് ഉമിനീർ സ്രവിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ആ നായയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ആ സ്മെല്ല് വരുമ്പോൾ നായയിൽ എന്തുണ്ടാവും? ഉമിനീർ സ്രവിക്കും അല്ലെ? അങ്ങനെ ഉണ്ടാകുന്ന എന്താണ് പ്രതികരണം എന്ന് പറയുന്നത് ഉമിനീർ സ്രാവമാണ്. അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്ന് പറയുന്നത് ഇതാണ്, ഉമിനീർ സ്രാവം. ഇനി നമ്മൾ മണിയൊച്ച കേൾപ്പിച്ചിട്ട് ഇറച്ചിയൊക്കെ കൊടുത്തു. ആദ്യം നായ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. കുറേ പ്രാവശ്യം ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ മണിയൊച്ച മാത്രം കേട്ടു. മണിയൊച്ച കേട്ടപ്പോഴേ നായക്ക് മനസ്സിലായി അടുത്തത് എന്താണ്? ഇറച്ചിയാണ്, ഇറച്ചി കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ളത്. പക്ഷെ ഇറച്ചി കൊടുക്കാതെ തന്നെ നായയുടെ വായിൽ എന്ത് വരുന്നു? ഉമിനീർ സ്രവിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നതിനെ അനുബന്ധിത ചോദകം, അതായത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദകം ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കൃത്രിമമായ ഒരു ചോദകം കൂടി കൊടുത്തു. അതായത് മണിയടി ശബ്ദം അവിടെ കൃത്രിമമായിട്ടുള്ള ചോദകമാണ്.
അപ്പോൾ ഇറച്ചി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ചോദകമാണ്. അതിനോടൊപ്പം കൊടുത്ത കൃത്രിമ ചോദകമാണ് മണിയടി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഒരു ഘട്ടത്തിൽ ഈ സ്വാഭാവിക ചോദകത്തെ ഇങ്ങ് മാറ്റി വെച്ചപ്പോൾ തന്നെയും കൃത്രിമ ചോദകത്തിനോടും ആദ്യത്തെ സ്വാഭാവിക ചോദകത്തിനോടുള്ള അതേ പ്രതികരണമാണ് ആര് കാണിക്കുന്നത്? നായ കാണിച്ചത് അല്ലേ? അപ്പൊ ഉമിനീർ ഇറച്ചിപ്പൊടിയും ഈ പറയുന്ന മണിയൊച്ചയും തമ്മിൽ അവിടെ എന്ത് സംഭവിച്ചു? അനുബന്ധനം നടന്നു. ഇറച്ചിപ്പൊടിയും അല്ലെങ്കിൽ ഇറച്ചിയും അപ്പൊ കൊടുത്ത മണിയടി ശബ്ദവും തമ്മിൽ നമ്മുടെ നായ അങ്ങ് അനുബന്ധനം നടത്തി. അപ്പോ ഒരേ പ്രതികരണം ഉണ്ടായി. എന്താണ്? ഉമിനീർ സ്രാവം എന്നുള്ളത്. അപ്പോ മനസ്സിലായെന്ന് കരുതുകയാണ്. സ്വാഭാവികമായിട്ട് ഇറച്ചി മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ഉമിനീർ സ്രാവം ഈ മണിയടി ശബ്ദം കൂടി കേട്ടപ്പോൾ അത് മാത്രമായി കേട്ടപ്പോഴും നായയിൽ ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള പ്രതികരണത്തെ അനുബന്ധിത പ്രതികരണം എന്നാണ് പറയുന്നത്. അനുബന്ധിത പ്രതികരണം, കണ്ടീഷൻഡ് റെസ്പോൺസ് അല്ലെ, കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ പറയുന്ന മണിയടി ശബ്ദത്തെയും നായക്കുണ്ടായിരുന്ന സ്വാഭാവിക പ്രതികരണമായ അല്ലെങ്കിൽ സ്വാഭാവികപരമായിട്ടുള്ള ചോദകമായ ഇറച്ചിപ്പൊടിയെയും തമ്മിൽ ഇവിടെ സംയോജിപ്പിച്ചു, അനുബന്ധനം നടത്തി. അങ്ങനെ ഉണ്ടായ റെസ്പോൺസ് എന്ന് പറയുന്നതും ആദ്യത്തെ സ്വാഭാവിക ചോദകത്തിന്റെ അതേ പ്രതികരണം തന്നെ ആയിരുന്നു. അപ്പോ ഈ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തില് പാവ്ലോവ് നിരവധി തിയറീസ്, പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഇതിന്റെ അനുബന്ധമായിട്ട് അദ്ദേഹം നിർമ്മിച്ചു. അതിലൊന്നാണ് വിലോപം എന്ന് പറയുന്നത്. വിലോപം, പുനഃപ്രാപ്തി തുടങ്ങിയ പദങ്ങളൊക്കെയും പാവ്ലോവിന്റെ ക്ലാസിക്കൽ അല്ലെങ്കിൽ പൗരാണിക അനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടവയാണ്. ഇനി അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പരീക്ഷണത്തില് അതായത് അനുബന്ധനം നടത്തി അല്ലെ, കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധിപ്പിച്ചു. അങ്ങനെ ഉണ്ടായ ഈ ഒരു പഠനത്തെ അനുബന്ധന പഠനം എന്നാണ്, ലേണിംഗ് ബൈ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ഫുഡ് കിട്ടാൻ പോവാണ് എന്ന് നായയിൽ ഒരു ബോധ്യം ഉണ്ടാവുകയാണ് അവിടെ. അപ്പൊ ഇങ്ങനെ വരുന്നത് അനുബന്ധന പഠനമാണ്. ഇങ്ങനെ നമ്മൾ സ്വാഭാവികമായ ഈ ഒരു ചോദകത്തിനോടൊപ്പം കൃത്രിമ ചോദകവും കൂടി കൊടുത്തു. അങ്ങനെ കൊടുത്തു വന്നപ്പോൾ നായയിൽ ഒരു പഠനം ഉണ്ടായി. ഈ മണിയടി ശബ്ദം കേട്ടാൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ഭക്ഷണം തരലാണ് എന്ന് നായ മനസ്സിലാക്കുകയാണ് അല്ലെ. ഈ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കൊടുക്കുന്നില്ല, മണിയടി ശബ്ദം മാത്രം കേൾപ്പിക്കുന്നു. അപ്പോഴും നായയിൽ ഉമിനീർ സ്രാവം ഉണ്ടാവുന്നു. ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണേ. ഇത് നമ്മൾ തുടരുകയാണ്. നമ്മൾ എപ്പോഴും മണിയടി ശബ്ദം മാത്രം കേൾപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല. ഇത് തുടരുമ്പോൾ അടുത്ത പഠനം അവിടെ നടന്നു. ഇനി എനിക്ക് ഭക്ഷണം കിട്ടാൻ പോകുന്നില്ല എന്ന് ഒരു പഠനമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ എനിക്കിനി കിട്ടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉമിനീർ സ്രവം ഇല്ലാതെയാവുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നതിനെ വിലോപം എന്ന് പറയാം. പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ. അപ്പൊ മണിശബ്ദം, ഉമിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ആദ്യം ഉറപ്പിച്ചു. അതിനുശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? കേൾപ്പിക്കുകയാണ്. ക്രമേണ ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരുന്നു. ഇതിനെയാണ് വിലോപം. അവിടെ ഒരു വിലോപം സംഭവിച്ചു, ഒരു പിന്മാറൽ സംഭവിച്ചു അല്ലെ, പഠിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം സംഭവിച്ചു. ഇനി കുട്ടികളുടെ കാര്യത്തിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതായത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടി നന്നായി പഠിക്കുന്നു. അപ്പൊ നന്നായിട്ട് ഇന്ന് വൃത്തിയായ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുകയാണെങ്കിൽ മിഠായി തരാം എന്ന് നമ്മൾ കുട്ടികളോട് പറയുകയാണ്. 1-2 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മിഠായി കൊടുക്കുന്നു. അടുത്ത പ്രാവശ്യം നന്നായി എഴുതുന്ന ആൾക്ക് മിഠായി തരാം, ഇന്ന് തരാം, നാളെ തരാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്, കൊടുക്കുന്നില്ല. അപ്പൊ ഈ കുട്ടികളിൽ എന്ത് സംഭവിക്കും? ഇനിയിപ്പം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ വേണമെങ്കിൽ കുട്ടികളിൽ സംഭവിക്കാം. അവർ പിറകിലേക്ക് പോകാം. ഇതിനെ വിലോപം എന്ന് പറയാം. അപ്പൊ വിലോപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് പുനഃപ്രാപ്തിയാണ്. പുനഃപ്രാപ്തി, സ്പോണ്ടേനിയസ് റിക്കവറി, പുനഃപ്രാപ്തി. അപ്പൊ വിലോപം നമ്മൾ ഡിസ്കസ് ചെയ്തു, വിലോപത്തെ കുറിച്ച് പറഞ്ഞു. വിലോപം എന്ന് പറയുന്നത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? പാവ്ലോവിന്റെ അനുബന്ധന സിദ്ധാന്തത്തിലുള്ള ഒരു കണ്ടെത്തലാണ് വിലോപം എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ഷൻ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പദം. എക്സ്റ്റിങ്ഷൻ എന്നാണ് ഇംഗ്ലീഷ് പദം. അപ്പോൾ വിലോപത്തെ കുറിച്ച് പറഞ്ഞു. അടുത്തത് പുനഃപ്രാപ്തിയാണ്. പുനഃപ്രാപ്തി
പുനഃപ്രാപ്തി. ഇവിടെ പുനഃപ്രാപ്തി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി. സ്പോണ്ടേനിയസ് റിക്കവറി. സ്പോണ്ടേനിയസ് റിക്കവറി. വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പാവ്ലോവ് അഭിപ്രായപ്പെട്ടു. അപ്പൊ വിലോപത്തിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം വിലോപം വഴി നമുക്ക് നഷ്ടപ്പെട്ട ഒരു പ്രതികരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും പാവ്ലോവ് പറഞ്ഞു. അതിനുള്ള മാർഗങ്ങൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുന്നു. ഒന്നുകൂടി അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുന്നു. എന്താണ് അനുബന്ധനം എന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ. കൃത്രിമവും സ്വാഭാവികമായ ചോദകത്തെ ഒരുമിച്ച് കൊടുത്തുകൊണ്ട് ഒരു പ്രതികരണം, സ്വാഭാവിക ചോദകത്തിനോടുള്ള അതേ പ്രതികരണം കൃത്രിമ ചോദകത്തിനോടൊപ്പവും നടക്കുന്നു. ഇതിനെയാണ് അനുബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുന്നു. ഒരിക്കൽ കൂടി അവസരം നൽകുന്നു. വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. രണ്ടാമത്തേത് വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. ഉദാഹരണത്തിന് വിലോപം വഴി ഉമിനീർ ശ്രവണം പ്രതികരണം ഇല്ലാതായി തീരുന്നു എന്ന് കരുതുക. വിലോപം വഴി ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മണിയടി ശബ്ദം വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഉമിനീർ ശ്രവണം താൽക്കാലികമായിട്ട് വീണ്ടും ഉണ്ടാവുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ മണിയടി ശബ്ദം വീണ്ടും കേൾപ്പിക്കുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഉമിനീർ ശ്രവണം ഉണ്ടാവുന്നു. ഈ സവിശേഷതയെ പുനഃപ്രാപ്തി എന്നാണ് പറയുന്നത്. വിലോപം വഴി ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരുന്നു. കുറച്ചു കഴിഞ്ഞ് മണിയടി ശബ്ദം അവതരിപ്പിക്കുമ്പോൾ ഉമിനീർ ശ്രവണം താൽക്കാലികമായിട്ട് രൂപപ്പെടുന്നു എന്നുള്ള ഈ ഒരു രീതിയാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ടത് വിലോപവും പുനഃപ്രാപ്തിയും ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൗരാണിക അനുബന്ധന സിദ്ധാന്തം. ആരാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? പാവ്ലോവ്. എന്തുകൊണ്ടാണ് ഇതിനെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ചത്? ആദ്യമായി രേഖപ്പെടുത്തിയ ഒരു അനുബന്ധന രീതി ആയതുകൊണ്ടാണ് ഇതിനെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് നമ്മൾ വിളിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന ഒരു കുട്ടി പിന്നീട് വെളുത്തതായി എന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ സ്വഭാവത്തിന് കാരണം? വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പിന്നീട് വെളുത്തതായിട്ട് എന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നു. ഇതിന്റെ കാരണം എന്താണ്? 1 അനുബന്ധനം, 2 മാനസിക വിഭ്രാന്തി, 3 താദാത്മീകരണ പ്രയാസം, 4 കളിയോടുള്ള മടുപ്പം. എന്തായിരിക്കും ഉത്തരം? അനുബന്ധനമായിരിക്കും. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായിരുന്നു വെളുത്ത മുയൽ എന്ന് പറയുന്നത്. അതുമായിട്ട് എപ്പോഴും കളിക്കുമായിരുന്നു. പക്ഷേ അവിടെ അതിനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് സംഭവിച്ചു. അപ്പോൾ അതിന്റെ ഇഷ്ടവും ഈ ഒരു ഭയവും അവിടെ ഒന്നിച്ചു വന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ അതിന് പെട്ടെന്ന് ആ മുയൽ വെളുത്തതായതുകൊണ്ട് ചിലപ്പോൾ അത് മാന്തി കാണും, അല്ലെങ്കിൽ ആ മുയലിനോടൊപ്പം തന്നെ അതിനെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ശബ്ദം കേൾപ്പിച്ചപ്പോൾ കുട്ടി ഭയന്നു പോയി കാണും. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കുട്ടി എന്ത് ചെയ്തു? പിന്നെ വെളുത്തതായി എന്തിനെ കണ്ടാലും ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കും കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? വെള്ള നിറമുള്ള എന്ത് സാധനം കണ്ടാലും ഭയക്കും. ഇത് എന്തുകൊണ്ടാണ്? ഇവിടെ സംഭവിച്ചത് അനുബന്ധനമാണ്. ആ ഭയം രൂപപ്പെട്ടത് അനുബന്ധനത്തിന്റെ ഫലമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളത്? അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളത്, കുട്ടികളിലാണ് വളരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭയം,
യുക്തിരഹിത ഭയങ്ങൾ. ഭയങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ. ഒരു കാരണവും അല്ലെങ്കിൽ യുക്തി ഉണ്ടാവില്ല. യുക്തിരഹിത ഭയങ്ങൾ തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ ഉത്തരം. ഇത് കേറ്ററ്റിന്റെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. മറ്റൊന്ന്, വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇതിനും താഴെ പറയുന്നവയിൽ ഏതാണ് കാരണം? ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണെന്നുള്ളതാണ്. ചോദക സാമാന്യവത്കരണം, ചോദകത്തിന് പകരം വയ്ക്കൽ, ചോദക വേർതിരിവ്, ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്. ചോദക സാമാന്യവത്കരണം, ചോദകത്തിന് പകരം വയ്ക്കൽ, ചോദക വേർതിരിവ്, ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്. ഇവിടെ ചോദക വേർതിരിവാണ്. വെളുത്ത പട്ടി, കറുത്ത പട്ടി എന്നിങ്ങനെ രണ്ടായിട്ട് കുട്ടി അതിനെ കാണുന്നു. അതുകൊണ്ടാണ് വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത നായയെ കാണുമ്പോൾ ഭയം തോന്നാത്തത്. ഇനി അനുബന്ധനം വഴി കുട്ടികളിൽ ഒഴിവാക്കാൻ സാധ്യതയുള്ള രണ്ട് സംഗതികളാണ് പ്രതിബന്ധനം, പുനരനുബന്ധനം എന്നിവ. പ്രതിബന്ധനം ഡീകണ്ടീഷനിങ്, പുനരനുബന്ധനം റീകണ്ടീഷനിങ്. ഇത് ഡീകണ്ടീഷനിങ്ങും ഇത് റീകണ്ടീഷനിങ്ങും. ഇനി പാവ്ലോവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വിലോപവും പുനഃപ്രാപ്തിയും പറഞ്ഞു. അപ്പൊ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മുന്നോട്ട് വെച്ച മറ്റ് ആശയങ്ങളാണ് വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക സാമാന്യവത്കരണം, ചോദക വിവേചനം. അതിനെ കുറിച്ചിട്ടാണ് ഈ ഓപ്ഷൻ വന്നത്. ചോദക വിവേചനം തുടങ്ങിയവ. അപ്പോ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറഞ്ഞാൽ ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ളതാണ്. വിളംബിത അനുബന്ധിത പ്രതികരണം. ഡിലേയ്ഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ളതാണ്. പാവ്ലോ നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തിനോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. അപ്പോൾ ഒപ്പം നൽകുന്നില്ല, പകരം മണിയടി ശബ്ദം കേൾപ്പിച്ചു കുറച്ചു സമയത്തിന് ശേഷം ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം ക്രമേണ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അപ്പം മണിയടി ശബ്ദം കേൾപ്പിച്ചു, ഉടനടി ഭക്ഷണം നൽകാതെ കുറച്ചു സമയം കാത്തു നിർത്തിയ ശേഷം ഭക്ഷണം നൽകുന്നു. പിന്നീട് എന്ത് ചെയ്തു? ഈ ഒരു ഗ്യാപ്പ്, ഈ ഭക്ഷണം നൽകാനുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം കുറയുന്നതായിട്ട് പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദകങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന സമയവ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് വിളിക്കുന്നു. അപ്പം ഒരു ചോദകം കൊടുത്തു, അതിന്റെ പ്രതികരണം നായയിൽ ഉടനടി ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ചോദകം കൊടുക്കുന്നു, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നായയ്ക്ക് ആവശ്യമായ ഭക്ഷണം നൽകുന്നില്ല. നൽകാതെ കുറച്ച് സമയം അതിനെ കാത്തു നിർത്തിയ ശേഷം ഭക്ഷണം നൽകുന്നു. അപ്പൊ അവിടെ അനുബന്ധനം ക്രമേണ എന്ത് ചെയ്യുന്നു? അനുബന്ധനം അതിനനുസരിച്ച് സംഭവിക്കുന്നു. അതായത് ഞാൻ ഇത്ര നേരം കാത്തിരുന്നാലേ എനിക്ക് ഭക്ഷണം കിട്ടൂ എന്ന് മനസ്സിലാക്കുന്നു അല്ലെ? അപ്പോ അവിടെ എന്ത് സംഭവിച്ചു? വിളംബിത അനുബന്ധിത പ്രതികരണത്തിൽ നായയുടെ ഉമിനീർ സ്രവണം കുറയുന്നതായി കണ്ടെത്തി. ഇടവേള വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു നോക്കിയപ്പോ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും എന്ത് ചെയ്തു? വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായിട്ട് പാവ്ലോവ് കണ്ടെത്തി. ചോദകങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഈ സമയ വ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെ, ഈ പൊരുത്തപ്പെടലിനെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഈ ടേമുകൾ ഓർത്തു വെച്ചിരിക്കുക. വിളംബിത അനുബന്ധിത പ്രതികരണം പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട ആശയമാണ്. ഇനി ചോദക സാമാന്യവത്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ചോദക സാമാന്യവൽക്കരണം.
അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകുന്ന പ്രവണതയെ ചോദക സാമാന്യവത്കരണം എന്ന് പറയുന്നു. അഭ്യസിച്ച ഒരു പ്രതികരണം, ഒരു ചോദകം കൊടുത്താൽ ഇന്ന പ്രതികരണം ആണ് ഉണ്ടാകേണ്ടത് എന്ന് അതിനെ ഇങ്ങനെ പരിശീലിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചോദകത്തിന് ഈ പ്രതികരണം ഇങ്ങനെ പരിശീലിപ്പിച്ചു വെച്ചു. ഈ കൊടുക്കുന്ന ചോദകവുമായി സാമ്യമുള്ള മറ്റെന്തെങ്കിലും ഒരു ചോദകം കിട്ടുന്നു. അതായത് നമ്മളിപ്പോ സ്ഥിരം കേൾപ്പിക്കുന്ന മണിയടി ശബ്ദം, അതിനോട് സമാനമായ മറ്റെന്തെങ്കിലും ഒരു മണിയടി ശബ്ദമോ കേൾക്കുമ്പോൾ നായയില് ഉമിനീരുണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പറയുന്നത് ചോദക സാമാന്യവത്കരണം. ഒരുപോലുള്ളതിനെ ഒരേപോലുള്ള വ്യത്യസ്തമായ ശബ്ദത്തെ ഒന്നായി അനുഭവപ്പെട്ടു അല്ലെങ്കിൽ ഒന്നായി കണ്ടു എന്നുള്ളതാണ്. സാമാന്യവൽക്കരണം, രണ്ടും ഒന്നാണ് എന്ന് സാമാന്യവൽക്കരിച്ച് പറയുന്നു. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകവുമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായാലും ഉമിനീർ ശ്രവണം എന്ന പ്രതികരണം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ വ്യത്യാസങ്ങൾ വർദ്ധിക്കുന്തോറും പ്രതികരണം എന്ത് ചെയ്യുന്നു? ദുർബലമായി തീരുന്നു. അപ്പൊ മണിയടി ശബ്ദത്തിന്റെ നേരിയ വ്യത്യാസം പോലും നായ പിന്നീട് തിരിച്ചറിഞ്ഞിട്ട് ഉമിനീർ ശ്രവണത്തിൽ വ്യത്യാസം വരുന്നു. കൃത്യമായ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ മാത്രം നല്ല രീതിയിലുള്ള ഉമിനീർ ശ്രവണം നടക്കുന്നു. അപ്പൊ ഈ ഒരു പ്രവർത്തനമാണ് ഇത്. നായയിൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാതെ ഇതിനെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സിദ്ധാന്തങ്ങളെ ഈ ഒരു നായയുടെ പരീക്ഷണത്തിന്റെ ബേസിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ക്ലാസ് റൂമിൽ നടത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ചോദക വിവേചനം എന്ന് പറയുന്ന ആശയവും പാവ്ലോവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. മറ്റേത് ജനറലൈസേഷൻ ആണെങ്കിൽ ഇവിടെ വിവേചനമാണ്, വേർപെടുത്തലാണ്. അപ്പം ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള രണ്ട് മണിനാദങ്ങൾ ഭക്ഷണം ലഭിച്ച മണിനാദത്തിനോട് മാത്രം രണ്ട് മണിനാദങ്ങൾ കേൾപ്പിച്ചു. ശബ്ദത്തിൽ വ്യതിയാനമുള്ള രണ്ട് മണിനാദങ്ങൾ കേൾപ്പിച്ചപ്പോൾ ഭക്ഷണം സാധാരണഗതിയിൽ നായക്ക് കൊടുത്തിരുന്നപ്പോൾ കേട്ട അതേ മണിനാദത്തിനോട് മാത്രം അനുകൂലമായിട്ട് നായ പ്രതികരിക്കുന്നു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഈ തിരിച്ചറിയൽ പ്രക്രിയയാണ് ചോദക വിവേചനം എന്ന് പറയുന്നത്. ഏത് ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നത്, എന്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് എന്ന് നായ തിരിച്ചറിയാണ്. ഇവിടെ ചെറിയ വ്യത്യാസമുള്ള ശബ്ദത്തിൽ വലിയ വ്യത്യാസങ്ങളില്ലാത്ത രണ്ട് ശബ്ദമാണ് നായയെ കേൾപ്പിക്കുന്നതെങ്കിൽ പോലും ആ നേരിയ ശബ്ദം പോലും അത് പിടിച്ചെടുത്തിട്ട് അതിനോട് മാത്രം നമ്മൾ ഉദ്ദേശിച്ച പ്രതികരണം തരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നടത്തിയത് ചോദക വിവേചനമാണ്. ചോദകത്തിനെ രണ്ടായിട്ട് കാണാൻ ഇവിടെ പഠിച്ചു അല്ലേ? ചോദക വിവേചനം അല്ലെങ്കിൽ ചോദക വേർതിരിവ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ വെളുത്ത പട്ടിയുടെ കടി കിട്ടിയ കുട്ടി കറുത്ത പട്ടിയെ കാണുമ്പോൾ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പഠനത്തിൽ ചിത്രപദ കാർഡുകൾ സംയോജിപ്പിച്ച് അവതരിപ്പിക്കാറുണ്ടല്ലേ? ചിത്രം കാണിക്കുന്നു. ആദ്യം നമ്മൾ ആന എന്ന പദം കുട്ടിയെ കാണിച്ചു നോക്കെ. അക്ഷരം പഠിച്ചു തുടങ്ങുന്ന കുട്ടി അത് വായിക്കണമെന്നില്ല, ആന എന്ന് വായിക്കണമെന്നില്ല. പകരം നമ്മൾ ആന എന്ന പദം കാണിച്ചു, കുട്ടി വായിച്ചില്ല. പകരം നമ്മൾ അതിന്റെ പടം കാണിച്ചു നോക്കെ. നോക്കുമ്പോൾ കുട്ടി പറയാം ആനയെന്ന്. അതിന് ശേഷമാണ് നമ്മൾ വാക്ക് കാണിക്കുന്നതെങ്കിൽ ആന എന്ന പദവും അതിന് തൊട്ട് താഴെ ആന എന്ന് എഴുതിയ ലിഖിത രൂപവും കൂടി വരുമ്പോൾ കുട്ടി പടം നോക്കിയിട്ട് അക്ഷരം തൊട്ട് പറയാം ആന എന്ന്, അല്ലേ? അപ്പൊ ഇത് അനുബന്ധനമാണ്. അനുബന്ധന സങ്കേതങ്ങളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ അനുബന്ധന സിദ്ധാന്തത്തിന്റെ പഠന സാധ്യതകൾ, പഠനത്തിൽ എങ്ങനെയാണ് വാക്കും ചിത്രവും തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു തരം അനുബന്ധനമാണ്. മനസ്സിലായല്ലോ? അപ്പോ ചിത്രപദ കാർഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അനുബന്ധനം. അനുബന്ധനത്തിന്റെ ഉദാഹരണമാണ് ചിത്രപദ കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പാവ്ലോവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ? ഇന്നത്തെ തിയറികൾ നോക്കുമ്പോൾ, വ്യവഹാരവാദത്തിലെ തിയറികൾ നോക്കുമ്പോൾ പാവ്ലോവിന്റെ പരീക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്.
ഇനി നമുക്ക് വാട്സനെ കുറിച്ചൊക്കെ പറയാൻ കിടക്കുന്നു. വാട്സൺ, തോണ്ടൈക്ക് ഇവരുടെയൊക്കെ പ്രധാന പഠന ആശയങ്ങളെ കുറിച്ച് ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ബാക്കി പോയിന്റുകളും കൂടിയുണ്ട്. അത് നിങ്ങളിലേക്ക് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നോട്ട്സ് എഴുതി വെക്കുക, അഡീഷണൽ പോയിന്റുകൾ എഴുതുക, പ്രീവിയസ് ചോദ്യങ്ങൾ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഈ പോയിന്റുകളുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കി പരിശീലിച്ചാലും നന്നായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പരിശീലനത്തിൽ ഏർപ്പെടൂ. നമ്മളുടെ ലക്ഷ്യം അധ്യാപനമാണ്. ആ അധ്യാപനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. എനിക്ക് കിട്ടില്ല, ഞാനൊരു നല്ല അധ്യാപികയല്ല, എനിക്ക് PSC ജോലി നേടാൻ കഴിയില്ല, അല്ലെങ്കിൽ അധ്യാപനത്തിന്റെ ക്വാളിഫിക്കേഷൻ കേട്ടിട്ട് എനിക്ക് പാസ്സാവാൻ കഴിയില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് പറ്റില്ല. നിങ്ങൾക്ക് കഴിയുകയേയില്ല. മറിച്ച് എനിക്ക് കഴിവുകളുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സായത്. എനിക്ക് അത്രയ്ക്ക് അറിയാത്ത ആളൊന്നുമല്ല, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ച ഒരാളാണ്. അപ്പൊ ഒരുപാട് പേർക്കൊന്നും അതിനുള്ള കഴിവുണ്ടാവണമെന്നില്ല. പക്ഷെ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ചിന്തിക്കേണ്ടത്. എന്താണ് എൻ്റെ പോരായ്മകൾ എന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സാഹചര്യം ഇല്ലാത്തവർ കേട്ടു പഠിക്കുക. നോട്ടുകൾ തന്നെ എഴുതണമെന്നില്ല, ഒരുപാട് തവണ കേട്ടു പഠിക്കുക. ഓഡിയോ ആയിട്ട് കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ, കേട്ട് പഠിക്കുക. കൃത്യമായ ഒരു സമയം പഠനത്തിന് വേണ്ടി നീക്കി വെക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് എങ്കിലും ചിലവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പഠനത്തിന് 1 മണിക്കൂർ എങ്ങനെയെങ്കിലും കണ്ടെത്തുക. വീഡിയോ ക്ലാസ്സുകൾ കേൾക്കുക, മനനം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓർത്ത് എടുത്ത് ഓരോ സിദ്ധാന്തങ്ങളുടെ പേരുകൾ വരുമ്പോൾ എന്തൊക്കെ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കുക. കൃത്യമായി ചിട്ടയോടുകൂടി പഠിക്കുക. കേറ്റിട്ടുകാരാണെങ്കിൽ എത്രയും വേഗം കേറ്റിട്ട് എഴുതിയെടുക്കുക. നമുക്ക് ഉടനെ എക്സാം വരുന്നുണ്ട് അല്ലേ? ആ എക്സാം വരുമ്പോഴേക്കും നമുക്ക് നന്നായി പഠിച്ച് പാസ്സാകണം. അപ്പോൾ എല്ലാം നല്ലൊരു സമയമാണ്. നന്നായി പഠിക്കാനുള്ള സമയം ഇനിയുമുണ്ട്. ഏറ്റവും നന്നായി പഠിക്കുക, മിടുക്കരായിട്ട് വരിക, ഏറ്റവും നല്ല അധ്യാപകരാകുക. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. നന്നായി പഠിക്കുക.